തണുപ്പുണ്ടോ ഇവിടെ? നല്ല തണുപ്പുണ്ട് സാർ. ഇപ്പോൾ ഡ്രഗ്സ് ആണല്ലോ നമ്മുടെ നാട്ടിലെ പ്രധാന വിഷയം. സാറിൻ്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു കേസിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് വിശദീകരിക്കാം. എൻ്റെ സർവീസിലെ മട്ടാഞ്ചേരി SI ആയിരിക്കുമ്പോൾ തൊട്ട് ഒരുപാട് ഡ്രഗ്സ് കേസുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ആ കാലത്ത് നടക്കുകയും ചെയ്തു. അക്കാലത്ത് ഉള്ളൊരു പ്രധാന വിഷയം ഈ ഡ്രഗ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അന്ന് കോടതികളും അധികൃതരുമൊക്കെ വളരെ സ്ട്രിക്റ്റായിരുന്നു. ഇപ്പോൾ സ്ട്രിക്റ്റ് അല്ലെന്നല്ല, അന്ന് സ്മോൾ ക്വാണ്ടിറ്റി കൈവശം വെച്ചാലും വലിയ ശിക്ഷയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഒരു 4-5 മാസം ജയിലിൽ കിടക്കാതെ സ്മോൾ ക്വാണ്ടിറ്റി വെച്ചാലും പുറത്തിറങ്ങാൻ കഴിയില്ല. പക്ഷെ പിന്നീട് ആ നിയമം മാറി സ്മോൾ ക്വാണ്ടിറ്റി വയ്ക്കുന്നവർക്ക് ചെറിയ ശിക്ഷയും ചെറിയ കാലയളവിൽ ജയിലിൽ കഴിഞ്ഞാൽ മതി എന്നൊരു തോന്നലും ആ ഒരു പേടിയും മാറിയതോടുകൂടി ഡ്രഗ്സിൻ്റെ അതിപ്രസരം വളരെയധികമുണ്ടായി. മിക്കവാറും ഞാനിരുന്ന എല്ലാ സ്റ്റേഷനുകളിലും ഡ്രഗ്സ് പിടിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കേസ് ഞാൻ ഓർക്കുന്നത്, മലപ്പുറത്തൊരു സ്റ്റേഷനിൽ ഞാനുള്ളപ്പം ഒരു വലിയ കേസ് ഞങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യുകയുണ്ടായി. അത് കുറച്ച് റിസ്കി കൂടെ ആയിരുന്നു. ഞാൻ താനൂർ സ്റ്റേഷനിൽ CI ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ആക്റ്റീവായിട്ട് വർക്കിലൊക്കെ നടക്കുന്ന ഈ കേസുകൾ പിടിക്കാനൊക്കെ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ അതിർത്തിയിൽ സമാധാനം ഉണ്ടാക്കാനും അക്രമവാസനകൾ കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഒരു ഇൻഫർമേഷൻ കിട്ടി, ആ മേഖലയിൽ കാര്യമായിട്ട് ഡ്രഗ്സിൻ്റെ വിൽപ്പന നടക്കുന്നുണ്ട്, പലതരം ഡ്രഗ്സിൻ്റെ വിൽപ്പന നടക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ അതിനകത്തേക്ക് ഇൻവോൾവ് ആയി പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനകത്ത് ഞങ്ങൾ അപ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് ശക്തമായ നടപടി എടുക്കണമെന്ന് തോന്നാൻ കാരണം, ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, അടുത്ത വീട്ടിലെ ചെറിയ കുട്ടികൾ എന്തൊക്കെയോ മരുന്ന് കഴിക്കുകയോ വലിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അവർ കാണുന്ന വീഡിയോസൊക്കെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല, എന്തോ കുഴപ്പം പിടിച്ചാണെന്ന് തോന്നുന്നു. അവർ വീടിനകത്ത് വന്ന് കുളിക്കുമ്പോഴൊക്കെ ഒളിഞ്ഞു നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി. ഇത് വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യേണ്ട വിഷയമാണെന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇൻഫോർമൻസ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇതിൻ്റെ വിവരങ്ങൾ തന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള വേറൊരു സ്റ്റേഷനിൽ ഇവർ കൊണ്ടുവന്നിട്ടൊരു ബാറിൽ കൊണ്ടുവന്ന് കൂടിയ ക്വാണ്ടിറ്റി, ശക്തി കൂടിയ കുറച്ച് ഡ്രഗ്സ് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ തിരക്കി നടക്കാറ്. അപ്പോൾ അതിനകത്ത് ഒരാളവിടെ ആ ബാറിൽ വന്നിരിപ്പുണ്ട്, കയ്യിലെന്തോ ഒരു ബാഗുണ്ട്. അപ്പോൾ അതും ഇതായിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളവിടെ പോയി വേഷമൊക്കെ മാറി, ഞാൻ ലുങ്കിയൊക്കെ കൊടുത്തു, ചപ്പലൊക്കെ ഇട്ട് ഒരു ബൈക്കിൻ്റെ പുറകിൽ പോയി ഇറങ്ങി ബാറിനകത്ത് പോയിരുന്നു. എന്തോ ഒരെണ്ണം ബിയറോ എന്തോ ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ ഇരുന്ന് സ്വല്പം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ക്വാഡിലെ പെട്ട ആൾക്കാരും ഒക്കെ അവിടെ ചുറ്റും വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ആളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് അവിടെ കള്ള് കുടിച്ചിരിക്കുന്ന ഒരുത്തൻ അവിടെ ഇതൊരു കുപ്പി പൊട്ടിച്ച് വേറൊരുത്തരോട്ടൊരു അടി കൊടുത്തു. അടുത്തൊരു കൂട്ടടിയായി. അപ്പം ഈ ബാഗും കൊണ്ട് അകത്ത് വന്നവൻ ആദ്യം ഓടി. അടിയുണ്ടായ ഉടൻ തന്നെ പോലീസ് വരുമല്ലോ, അതിന് തൊട്ടടുത്താണ് സ്റ്റേഷൻ. അവൻ ആദ്യമേ ഓടി. ഞങ്ങളുടെ പരിപാടി അന്ന് പാഴായി പോവുകയും ചെയ്തു. വീണ്ടും ഇതെങ്ങനെ കിട്ടും എന്നിങ്ങനെ ആലോചിച്ച് വന്നപ്പം വേറൊരാൾ വഴി ഞങ്ങളിത് വളരെ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് കടന്നു കയറാൻ പറ്റാത്തത്ര വിധം ഒരു കോട്ട കെട്ടിയാണ് അവർ ഈ ബിസിനസ് നടത്തുക. നമുക്ക് വിശ്വസ്തരായ ആൾക്കാരെ അല്ലാതെ അവരൊരു കാരണവശാലും പ്രവേശിപ്പിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ ഒരു മുൻ ശിക്ഷ കഴിഞ്ഞ് വന്ന ഒരു ഡ്രഗ്സിൻ്റെ ഒരാളെ കണ്ടുപിടിച്ചിട്ട് അയാൾ വഴി ഞാൻ തിരുവല്ലയിൽ നിന്നുള്ളൊരു അച്ചായനായിട്ട് അഭിനയിച്ചു. ഒരു സിൽക്ക് ജുബയും മുണ്ടുമൊക്കെ കൊടുത്ത് എന്നെ ഒരു തോമസ് എന്ന പേരിൽ അവർ അവതരിപ്പിച്ചു. അപ്പോൾ കുറച്ച് പൈസ കൊണ്ടുപോകണം. അപ്പോൾ പൈസ നമുക്ക് അവർ അന്ന് പറയുന്ന പൈസ കൊടുക്കാൻ നമ്മുടെ ഇല്ലില്ല. കാരണം അത്രയ്ക്ക് വലിയ ക്വാണ്ടിറ്റിയാണ് എമൗണ്ട്. അപ്പം പണ്ട് നമുക്ക് ഈ ഇത്തരം കേസുകളൊക്കെ പിടിച്ച് പരിചയമുള്ളതുകൊണ്ട് ഒരു ചെറിയ ട്രിക്ക് കാണിച്ചു. കുറച്ച് നോട്ടുകൾ വെച്ചതിന് ശേഷം അതിനകത്ത് വെള്ള പേപ്പറൊക്കെ പെട്ടി ഒട്ടിച്ച് വലിയ എമൗണ്ട് ഉണ്ടെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ അതൊക്കെ വെച്ച് ഒരു ബാഗൊക്കെ സെറ്റ് ചെയ്ത് പോയി. അപ്പം പരപ്പനങ്ങാടിയിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പം അവിടെ ഇവർ വരുള്ളൂ. അപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് നോക്കി
ഞാൻ മാത്രമേ ഉള്ളെന്ന് മനസ്സിലായി. എന്നെ കണ്ടാൽ ഒരു പാവം സാധു ഒരു മുണ്ടും ഷർട്ടും ഒക്കെ എടുത്ത ഒരാൾ വണ്ടിയുടെ അകത്ത് ഡ്രൈവ് ചെയ്യുന്നു. ഒരാൾ വന്നിച്ച് ചോദിച്ചു, തോമസ് ചേട്ടനല്ലേ? പറഞ്ഞു അതെ. അപ്പോൾ പറഞ്ഞ് അന്ന് ഇച്ചിരി വണ്ടി അകത്തോട്ട് കയറ്റിടാൻ പറഞ്ഞു. അപ്പോൾ 2 മതിൽക്കെട്ടിനകത്തൂടെ ഉള്ളിലോട്ട് പോയി ഒരു കെട്ടിടത്തിനകത്ത് കൊണ്ടുപോയി വണ്ടി റിവേഴ്സ് ഇട്ട് വയ്ക്കാൻ പറഞ്ഞു. റിവേഴ്സ് ഇട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം വേറെ 2 പേര് കൂടെ വന്നു. അവർ വലിയൊരു പൊതി കൊണ്ടുവന്നു, അതുമായിട്ട് പുറകെ കയറി. അപ്പം ഞാൻ അവരോട് ഒരു റിക്വസ്റ്റ് പറഞ്ഞു. അപ്പോൾ അവർ പൈസ വെച്ചു. ഞാൻ പറഞ്ഞു പൈസ ഇരിപ്പുണ്ട്. ഞാൻ ബാഗ് തുറന്ന് കാണിച്ചു. പക്ഷേ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് ഈ സ്ഥലം പരിചയമില്ല. ഞാൻ ഈ വഴി കൂടെയൊക്കെ വഴി തെറ്റി ഇതുമായിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. എന്നെ ഹൈവേയിൽ തിരൂർ കൊണ്ടുപോയി എത്തിച്ചാൽ ഞാൻ അവിടെ നിന്ന് ഹൈവേ കയറി പൊക്കോളാം. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങൾ എന്നെ കൂടെ വരണം, എന്നാലേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എന്നെ വഴി വെച്ച് ആരെങ്കിലും പറ്റി പോലീസ് പിടിക്കുന്നൊരു നടപടി പറ്റില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഞാനെന്താ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവർ 2 പേരും എന്നെ അതിനകത്ത് കയറ്റിയിരുത്തി. ഞാൻ വല്ലാതെ പേടിച്ചതുപോലെ അതിലേ പോയാൽ പോലീസ് ഉണ്ടാവും, ഇതിലേ പോയാൽ പോലീസ് ഉണ്ടാവും എന്നൊക്കെ ചോദിച്ച്, പേടിക്കാതെ ചേട്ടാ ഞങ്ങളല്ലേ അച്ഛായ ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ കൊണ്ടുവരികയാണ്. അത് 3 പേരും നല്ല ചെറുപ്പക്കാരാണ്, നല്ല സ്റ്റൗട്ടായ ആൾക്കാരാണ്. അവരുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് തോന്നി. നമ്മുടെ മട്ടാഞ്ചേരി ഭാഷ പറഞ്ഞാൽ ഇന്ന് ഇരുമ്പുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ വണ്ടി അതിലേ പാസ് ചെയ്ത് വന്ന് ഞങ്ങളെ താനൂരിൻ്റെ അതിർത്തി പൂരപ്പുഴ ആ പ്രദേശത്ത് വന്നപ്പോഴേക്ക് എനിക്ക്, അപ്പോൾ എൻ്റെ കാറ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാർ, എൻ്റെ സ്ക്വാഡുകാർ അവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ ഞാൻ ഒറ്റയ്ക്കാണ്. പരപ്പനങ്ങാടിയിൽ നിന്ന് താനൂർ വരെ വരുന്നത് വരെ ഞാൻ ഇവരുടെ കയ്യിൽ ഒറ്റയ്ക്കാണ്. അപ്പം അവർക്ക് ഇനി എന്തെങ്കിലും സംശയം തോന്നിയാൽ കത്തിയെടുത്ത് കുത്തിയിട്ട് ഓടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കുറച്ച് റിസ്ക്കാണ്. പക്ഷേ ഞാൻ എൻ്റെ പുറകിൽ പിസ്റ്റൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു അറ്റാക്ക് വന്നാൽ എന്തെങ്കിലും, വണ്ടിയുടെ അകത്തല്ലേ, പുറത്താണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഇടുങ്ങിയ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ ഇതിൻ്റെ പരിധി വളരെ കുറവാണ്. വണ്ടി പൂരപ്പുഴ അടുത്ത് വന്നു. ഞാൻ ദൂരെ എൻ്റെ സ്ക്വാഡിൽപ്പെട്ട ഒരാൾ ബൈക്കിൽ നിൽക്കുന്നതുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇതനുസരിച്ചിട്ട് ഈ വണ്ടിയെ ഞാൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ ആ വണ്ടി പുറകെ വരും, ഓപ്പോസിറ്റ് ഒരു വണ്ടി വരും. അവർക്ക് സംശയം തോന്നാത്ത വിധത്തിൽ ഈ 2 വണ്ടികളും എൻ്റെ കാറിനടുത്ത് എത്തുമ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ഒരു സൈഡിൽ ഒരാൾ വരും, ഇങ്ങോട്ട് വരും, മറ്റേ ആൾ പുറകിൽ നിന്ന് വരും. അങ്ങനെ രണ്ടാമത്തെ ആൾ ബൈക്കിൽ ഓപ്പോസിറ്റ് വരുന്നത് കണ്ടപ്പം അയാളുടെ പുറകിൽ ഒരാൾ കൂടെ ഉണ്ട്. വന്ന് ഏകദേശം അടുത്തെത്തിയപ്പോഴത്തേക്ക് ഞാൻ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തിട്ട് ഇതാരാന്ന് ചോദിച്ചു, ഈ വന്നത്. അപ്പോൾ പുറകിൽ നിന്ന് വന്ന ആൾ ഓടി എൻ്റെ സൈഡിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇതാരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് പോലീസാണെന്ന് തോന്നണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൈഡിലെ ആൾ ഇപ്പുറത്തും വന്നു. അപ്പോൾ ഇത് ഡോർ തുറക്കാൻ പോയപ്പോൾ ഞാൻ ടപ്പയെന്ന് ബ്രേക്ക് ചെയ്തിട്ട് അയാളെ കയറി ഇങ്ങനെ വിളിച്ചു, ഞാൻ പോലീസാണെന്ന്. അപ്പോൾ അവർക്ക് പിന്നെ അനങ്ങാൻ പറ്റില്ല. കാരണം 2 സൈഡിലും നമ്മുടെ സ്ക്വാഡുകാർ ബൈക്കിൽ വന്നു. അവർ പെട്ടെന്ന് തന്നെ ബൈക്ക് ഇട്ടിട്ടാണ് ചാടി ഇറങ്ങിയത്. ഞാൻ വണ്ടി ബ്രേക്ക് ചെയ്തു, ഇവരതിനകത്ത് കുടുങ്ങിപ്പോയി. ഈ ഡ്രഗ്സ് വന്ന വഴി സാർ അന്വേഷിച്ചായിരുന്നു? ഈ ഡ്രഗ്സ് കൊണ്ടുവന്നിരുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇവർ വലിയ ഗ്രാനൈറ്റ് കൊണ്ടുവരുന്ന ലോറിയിൽ അവസാനത്തെ നടുക്കുള്ള 2-3 ഗ്രാനൈറ്റുകളുടെ ഭാഗം തുരന്ന് വയ്ക്കും. ബാക്കി പുറത്തുള്ള വലിയ ഗ്രാനൈറ്റുകളെല്ലാം കൂടെ കൂട്ടി വയർ റോപ്പിട്ട് ബന്ധിക്കും. ഈ ദ്വാരത്തിലാണ് ഇവർ ഡ്രഗ്സ് പാക്ക് ചെയ്യുക. അപ്പോൾ സാധാരണഗതിയിൽ ഒരു സബ് ഇൻസ്പെക്ടർ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഗ്രാനൈറ്റ് പോലീസിന് അഴിക്കാൻ പറ്റില്ല. കാരണം വലിയ കനമുള്ള അത് സാധനമാണ്. അപ്പോൾ അത് അഴിക്കണമെങ്കിൽ പരിചയമുള്ള ഹെഡ് ലോഡ് വർക്കേഴ്സൊക്കെ വന്നെങ്കിൽ ആയിരക്കണക്കിന് രൂപ കൊടുത്തെങ്കിൽ പാക്കിങ് അൺപാക്കിംഗ് ഒക്കെ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ അത് വിട്ടുകളയും. അപ്പോൾ ഇതിനകത്ത് സേഫായിട്ട് ലോറികളിൽ, വലിയ ലോറികളിൽ കൊണ്ടുവന്നിട്ടിരുന്ന ഡ്രഗ്സ്, അത് അന്നത്തെ ഈ ഡ്രഗ്സ് വന്നത് പാകിസ്ഥാനിൽ നിന്ന് കടത്തിക്കൊണ്ട് വന്ന് രാജസ്ഥാൻ വഴി കടത്തിക്കൊണ്ട് വന്നിട്ട് അവർ അതവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് ശേഖരിച്ച് വയ്ക്കുകയായിരുന്നു. വളരെ വിശ്വസ്തരായ ആൾക്കാർ വെച്ചിട്ട് ആണ് വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഒരു മുൻ കൺവിക്റ്റിനെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് അതിനകത്തേക്ക് കടന്നില്ലാനും മറ്റും കഴിഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ തുടർന്ന് അതിൻ്റെ ബാക്കി ട്രേസ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇത് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് ഉള്ള അറിവ് കിട്ടിയത്. ഞങ്ങൾ അപ്പം മറ്റ് പല ഏജൻസികളെയൊക്കെ ഞങ്ങൾ അറിയിക്കുകയുണ്ടായി. എല്ലാവരും കൂടെ കൂടി ചേർന്നൊരു എഫർട്ട് ഉണ്ടെങ്കിൽ ഇത് നടക്കുമല്ലോ എന്നറിയാവുന്നതുകൊണ്ട് ആ കേസിൽ ഒരാൾ ജാമ്യമെടുത്തതിന് ശേഷം പാകിസ്ഥാനിലേക്ക് കടന്നു കളഞ്ഞു എന്നാണ് അറിവ്.
അയാൾ അവിടെ വെച്ച് മരണപ്പെട്ടുവെന്നും കേട്ടു. അതിനെപ്പറ്റി നമുക്കൊന്നും കൃത്യമായി അറിയില്ല. ബാക്കി 2 പേർക്കും ശിക്ഷ കിട്ടി. അവർ 10 വർഷം വേണ്ട ജയിലിൽ കഴിഞ്ഞു. അതിനുശേഷം പുറത്തു വന്നു. ഇതാണ് എനിക്ക് ഓർമ്മിക്കാനുള്ള ആ പ്രദേശത്തുള്ള ഒരു പ്രധാനപ്പെട്ട കേസ്. വേറെ പ്രധാനപ്പെട്ട പല കേസുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചോദിച്ചതുകൊണ്ട് ഒരെണ്ണം പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു. ഉദ്യോഗജനകമായ ഒരു കേസിൻ്റെ വിവരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.